അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നടനായി മാറിയ മിഥുൻ നളിനി, മമ്മൂക്കയുടെ ഇൻ്ററാക്ഷൻ ഒന്നുകൊണ്ട് മാത്രം ആക്ടിങ് കൊണ്ടുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ മാറിയ നിതിൻ, മലയാളത്തിലാണ് തുടങ്ങിയെങ്കിലും മലയാളത്തെ കൂടുതൽ അന്യഭാഷാ സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂരജ് പോപ്സ് എന്നിവരാണ് ചേരുന്നത്. ജമീലാൻ്റെ പൂവൻകോഴി എന്നുള്ള സിനിമയെ പറ്റി സംസാരിക്കാൻ. നമസ്കാരം. നമസ്കാരം. ഈ അന്യഭാഷാ സിനിമകളാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം ചെയ്യണത്. അവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ വില്ലനുമാണ്. അത് മടുക്കുണ്ടോ? ഇല്ല, മടുക്കലൊന്നുമില്ല. എനിക്കിഷ്ടമാണ് വില്ലൻ ക്യാരക്ടറെ. എല്ലാ ക്യാരക്ടറും ചെയ്യണോ, നടനാകുമ്പോൾ എല്ലാ ക്യാരക്ടറും ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് വില്ലൻ ചെയ്യാൻ. ഈ ജമീലാൻ്റെ പൂവൻകോഴിയിൽ കംപ്ലീറ്റ് മറ്റേ കുമ്പളങ്ങിയിൽ നിന്ന് തുടങ്ങിയതിൻ്റെ കുറച്ചും കൂടി ഹൈയർ വേർഷൻ കോമഡി ക്യാരക്ടർ. കോമഡി ക്യാരക്ടർ അവിടെ നിന്ന്, അതായത് എവിടെയാണോ കുമ്പളങ്ങി നിർത്തി അതിൻ്റെ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ അങ്ങനെയാണോ ഈ സിനിമ? അങ്ങനെ ഇത് വേറൊരു തലത്തിൽ, കുമ്പളങ്ങി വേറൊരു മൂഡ് പടം, ഇത് വേറൊരു രീതിയാണ് പടം. ഇതിനകത്ത് കോമഡി കാര്യങ്ങൾ അങ്ങനെയുള്ള ഫാമിലിപരമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോണത് ജമീലാൻ്റെ പൂവൻകോഴി. ഇതിൻ്റെ തുടക്കമൊക്കെ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള തുടക്കമായിരുന്നു. ഈ കാമുകി ഉൾപ്പെടെയുള്ള ഷോർട്ട് ഫിലിംസ്, ക്രിസ്റ്റഫ് ടോമിയായിട്ടുള്ള തുടക്കം. ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്നല്ലോ. ആ സമയത്ത് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? സർവൈവലല്ല, ഞാൻ ആ സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ കാമുകീൻ്റെ ഓഫർ വരുന്നത്. ഓഫറല്ല, ഞാൻ ഓഡിഷൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈവൻ ഒരു ഫിലിം, ഇപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് ഫിലിംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് ഫിലിം ചെയ്യുന്നു അതിൽ എൻ്റെ ഏറ്റവും 100% ബെസ്റ്റ് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു, ഞാൻ ആക്ച്വലി സർവൈവലിനെ കുറിച്ചിട്ട് അങ്ങനെ വറീഡ് അല്ല. ഏറ്റവും ബെസ്റ്റ് വർക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിലേ ആവുന്നത്. ഓക്കെ. ഈ ജമീലാൻ്റെ പൂവൻകോഴിയിൽ ആദ്യം ഈ നായക നടൻ എന്നൊക്കെയുള്ള രീതിയിലൊരു ലോഞ്ചാണ്. ബേസിക്കലി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നായക പരിവേഷമുള്ള ഒരു കഥാപാത്രം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി എനിക്കിത് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഇതിപ്പോൾ മൂവി കണ്ടു കഴിയുമ്പം ആൾക്കാർക്ക്, ഇപ്പം മൂവിൻ്റെ മുന്നേ എനിക്ക് പറയുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരു നായകന് വേണ്ട ഒരു എന്താ പറയുക, ഒരു സംഭവം ചേരുവകളല്ല ഇതിന്. ഇതൊരു പ്രൊട്ടാഗനിസ്റ്റ്, ഒരു മെയിൻ ക്യാരക്ടർ. ഏറ്റവും കൂടുതൽ ആക്ച്വലി സീൻസിൽ അഭിനയിച്ച ഒരു ഫിലിം ജമീലാൻ്റെ പൂവൻകോഴിയായിരുന്നു. അതിനോട് മറ്റേ ലാർജർ ദാൻ ലൈഫ് അങ്ങനെ അല്ല, അങ്ങനെയല്ല. കണ്ടു നോക്കുക, അപ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ഒരു ലക്ഷ്യമില്ലാത്ത രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ അങ്ങനെയാണോ? ബേസിക്കലി ലക്ഷ്യമുണ്ട്. ഇവര് ഭയങ്കര ലക്ഷ്യമുള്ള ആൾക്കാർ. ഇവര് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്ക് അനുഷ്കനെ കാണണം, 2:30 ഇപ്പം അടുത്ത ആളെ കാണണം. അങ്ങനത്തെ ഭയങ്കര ലക്ഷ്യബോധമുള്ള 2 പേരാണ്. അതൊരു ലക്ഷ്യബോധം, അതാണ് ലക്ഷ്യബോധം. അതെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലാണ് ഇവര് ഫുൾ ഇവരുടെ എഫേർട്ടും ടൈമും ഒക്കെ കൊടുത്തിരിക്കുന്നത്. നിതിന് ഈ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം എഴുതി ഉണ്ടാക്കി ഡയറക്റ്റൊക്കെ ചെയ്ത് ആ വഴി എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ ആ വഴി കൊണ്ട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷെ അത് വിട്ടിട്ടില്ല, ഇപ്പോഴും ട്രൈ ചെയ്യാണ്. ഇപ്പോഴും ഒരു തിരക്കഥ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, അതിനു വേണ്ടിയും പ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജമീലാൻ്റെ പൂവൻകോഴി ഇൻ്റർവ്യൂവിലൊരു 4 വർഷത്തോളമായിട്ട് ഏകദേശം അനൗൺസ് ചെയ്തിട്ടും അതിൻ്റെ പല ഘട്ടങ്ങളിൽ അതിൻ്റെ അറിയിപ്പുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ഇത് ഇറങ്ങാത്തത് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഏത്, ഈ പടത്തിനെ കുറിച്ചാണ്? അങ്ങനെ നമ്മൾ വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ ചെറിയൊരു വിഷമമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കൊരു പ്രതീക്ഷകളാണല്ലോ. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് 4 പേര് കണ്ട്, പ്രധാനമായിട്ടും സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ട് അടുത്ത പരിപാടിയിലേക്ക് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, അതായത് ഈ ക്രിസ്റ്റഫറിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കായിട്ടൊരു ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മോണിറ്റർ കാണുകയും കൈതരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും ആ ഇൻട്രാക്ഷൻ? കലേഷിനെ ചോദ്യം ചെയ്യുന്ന സീനാണ്. അപ്പോൾ ഞാനാണ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മമ്മൂക്ക ആ ഷോട്ട് കഴിഞ്ഞിട്ട് വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആർട്ടിസ്റ്റ് ആണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി മുട്ടാനുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മമ്മൂക്ക അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറി അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഒരു സർപ്രൈസ് ആയിരുന്നു അത്, സത്യം പറഞ്ഞാൽ. എന്നിട്ട് കഴിഞ്ഞ് പരിചയപ്പെട്ടു, പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രഗിളിങ് ആണ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചോദിച്ചത് അദ്ദേഹം ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഒരു ഇതിൽ എന്തെങ്കിലും എന്നുള്ളൊരു നമുക്കൊരു അറ്റൻഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാധനം ഇട്ടു. അപ്പോൾ
തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും സ്ട്രഗിളിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതവിടെ തീർന്നു. അത് നമ്മളൊരു സാധനം എറിഞ്ഞത് അദ്ദേഹം നൈസായിട്ട് പിടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് എറിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ക്രിസ്റ്റോ ടോമി അതിനുശേഷം നാഷണൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. അമീർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്ക് വലിയ സാമ്പത്തികപരമായിട്ടും ക്രിട്ടിക്കലും അതിന് ഭയങ്കര റിവ്യൂസും റെസ്പോൺസൊക്കെ കിട്ടിയ സമയമാണ്. ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും സംസാരങ്ങളും നടക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പിന്നെ ഞാൻ കാമുകിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പുള്ളി നാഷണൽ അവാർഡ് വിന്നറാണ്. അതെ അതെ. അപ്പോൾ എനിക്ക് പക്ഷേ പുള്ളി അങ്ങനത്തെ ഇതുവരെ അങ്ങനെ നാഷണൽ അവാർഡ് വിന്നറിൻ്റെതായിട്ടുള്ള ഒരു വൈബ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളുടെ ഇൻറ്ററാക്ഷൻ ഭയങ്കര ഇൻറ്റൻസ് ആണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും വിഷയങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ഇവൻ SRFTI ഹോസ്റ്റലിൽ ക്രിസ്തുവിൻ്റെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ അടുത്തറിയാൻ പറ്റും എന്താണ് ഇവർ ഇങ്ങനെയാണ് സിനിമനെ കാണുന്നതെന്നും എങ്ങനെ അവർ എഡിറ്റിങ്, അവരുടെ ഷൂട്ടിംഗ് രീതി, റെക്കെ, അങ്ങനെ ഒരുപാട്. ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം എനിക്ക് അതൊരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് അവർ പഠിക്കുന്നതും കൂടി ടൈമാണല്ലോ. ഒരു പ്രൊഫൈൽ ലൈക്ക് ഒരു ഫിലിം മേക്കിംഗ്, അതായത് ഇപ്പോൾ SRFTI പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൽ പോലും ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ്. പിന്നെ സൗണ്ട് ആണെങ്കിലും അതിൻ്റെ സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര സ്ട്രോങ് ആണ്. ലൈക്ക് ഒരു വിഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ് വൈബായിരുന്നു. എന്താ അന്നേ ഉള്ളൊഴുക്കിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടായിരുന്നോ? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഫിലിം, ആളുടെ ഒരു നാടിനെ ബേസ് ചെയ്തിട്ട്, ഒരു വെള്ളപ്പൊക്കം ബേസ് ചെയ്തിട്ട് ഒരു ഫിലിം ആണ്. അപ്പം തന്നെ ലൈക്ക് നമുക്കറിയായിരുന്നു എന്തായിരിക്കും ഒരു ഇറ്റ് ഈസ് ഗോണ ബി എ മൈൽ സ്റ്റോൺ എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റിന് അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. കണ്ടിട്ട് അദ്ദേഹത്തെ വിളിക്കുക സംസാരിക്കുകയോ ചെയ്തു? വിളിച്ചു. ഞാൻ വിളിച്ചിരുന്നു. പുള്ളി അപ്പോൾ ബോംബെയിലാണെന്ന് പറഞ്ഞു. ബോംബെയിൽ ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഏതെങ്കിലും സിനിമ കാണാമെന്ന് വെച്ചിട്ട് അന്ന് ഈ ജിയോ സിനിമ ഫ്രീ ആയിട്ട് ഉള്ള സമയമായിരുന്നു. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ള സിനിമ കാണുന്നത്. അപ്പം എനിക്കറിയില്ല അതിൽ സൂരജ് അതിൽ അഭിനയിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ഡബ് ചെയ്തിട്ടുള്ള വേറെ ആരോ ആണ്. പക്ഷെ നല്ല ഫ്ലോയിൽ ഹിന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭയങ്കര വ്യത്യാസം ശബ്ദം. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി എനിക്ക് ഒരു വാക്കറിയാൻ പോലെ. ആ ഷൂട്ടിന്റെ മുകിലെണ്ണ അല്ലേ? ആ മുകിലെണ്ണ ക്യാരക്ടർ. അതിന്റെ ഷൂട്ടിന് ഫസ്റ്റ് ഡേ പോയേക്കുമ്പോ ഓൾറെഡി ഷൂട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ അതിന്റെ ഷൂട്ടുണ്ട്. അപ്പൊ ഡയലോഗ് പറഞ്ഞ് ചെയ്യാനുള്ള സീക്വൻസ് ആണ്. ഡയലോഗ് ഒന്നും വന്നില്ല എനിക്ക്. ഹിന്ദി എനിക്ക് വന്നില്ല വായില്. അവർ കുറെ ഡയലോഗ് എനിക്ക് അയച്ചു തന്നായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചിട്ട് തന്നല്ല, അവിടെ ചെന്ന് മാറി മൊത്തത്തിൽ. അവരെനിക്ക് അയച്ചെന്ന ഡയലോഗ്സ് ഒക്കെ അവിടെ ചെന്ന് മാറി മൊത്തം. വേറെ ഡയലോഗ് എനിക്ക് തന്നെ. പിന്നെ എനിക്കത് അത് അവിടെ നിന്ന് അത്ര ഭയമായിട്ട് പറയാനും പറ്റുള്ള എക്സ്പ്രഷൻ വല്ല ഒന്നും വന്നില്ല. അങ്ങനെ ടെൻഷനായി. ലാസ്റ്റ് രാത്രി ഇരുന്ന് പഠിച്ചു പിറ്റേ ദിവസം. അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന് വേണ്ട, നമുക്ക് നാളെ പഠിച്ച് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു ഡയറക്ടർ. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. രാത്രി ഇരുന്ന് ഒരു 1 മണി 2 മണി വരെ ആ ഡയലോഗ് മൊത്തം ഇരുന്ന് പഠിച്ച് പിറ്റേ ദിവസം പോയി കറക്റ്റ് പെർഫോമൻസ് ചെയ്ത്. ഈ സുനിൽ ഗ്രോവറിന് ഓപ്പോസിറ്റ് അല്ലേ അത് ചെയ്യുന്നത്? അദ്ദേഹം അവിടെ വലിയ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നടനാണ്. ഇത് മൊത്തം ഈ 1-to-1 കോൺവെർസേഷൻ ആണല്ലോ അതിലെ പ്രധാന സൂര്യ ബോബ്സിന്റെ ഏരിയ. സാധാരണ ഇപ്പൊ തമിഴിലോ തെലുങ്കിലോ പോയി ചെയ്യുന്നത് രീതിയല്ല. ആൾക്കൊരു ക്യാരക്ടർ ഉണ്ട്, കുറച്ച് പരിപാടികളുണ്ട് പടത്തിനകത്ത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണോ വിളിച്ചോണ്ട് പോയത്? ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. പക്ഷെ ഞാൻ അപ്പോഴും അവരടുത്ത് പറഞ്ഞിട്ട് ഡയറക്ടർ അടുത്ത് എനിക്ക് ഹിന്ദി ലാംഗ്വേജ് ഒരു വക എനിക്കറിയില്ല. അപ്പൊ എന്റെ കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട് അവനെ കൊണ്ട്. അപ്പൊ അവരുടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അവര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അത് അങ്ങനെ പ്രശ്നമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവൂല അവർ പറഞ്ഞാൽ. എനിക്ക് പറയാൻ മാത്രമല്ല അറിയാൻ പാടാത്ത ഹിന്ദി ഒട്ടും മനസ്സിലാവില്ല. അപ്പൊ കൂട്ടുകാരൻ കൊണ്ടുപോയി മലയാള ചായവിനോട് പറയണ്ടായിരുന്നു. ഞാൻ ശരിക്കും അറിയില്ല. അപ്പൊ അത് പഠിച്ചങ്ങനെ ചെയ്തു. എന്തായാലും നമ്മ കാശ് മേടിച്ചു പോയില്ല അവരടുത്ത്. കാശ് മേടിക്കുകയും ചെയ്ത് അഡ്വാൻസ് എല്ലാം മേടിക്കുകയും ചെയ്ത് ചെലവായി പോവുകയും ചെയ്തു. തിരിച്ചു കൊടുക്കാൻ പണിയെടുക്കണല്ലോ. അതങ്ങനെ ചെയ്താ അത് സഹായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഹിന്ദി പടത്തിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ വന്നായിരുന്നു അത്. പക്ഷെ അത് ഭയങ്കര ഡയലോഗ് കവിതകളൊക്കെ പറയണം അതിനകത്ത്. ഞാൻ അപ്പൊ തന്നെ നോ പറഞ്ഞു. കവിത വില്ലൻ തന്നെ, വില്ലൻ ക്യാരക്ടർ. പക്ഷെ പുള്ളി ഭയങ്കര നോളജ് ഉള്ള ഒരാളാ. വില്ലൻ എന്ന് പറഞ്ഞ വെറുതെ ഒരു വില്ലനല്ല. കുറെ ബുക്കുകൾ വായിക്കുകൾ അങ്ങനത്തെ ഒരാളാ. പക്ഷെ ഇത് നമുക്ക് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ കൊണ്ടുപോയി അവരങ്ങോട്ട്. എന്നെ കൊണ്ട് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ഡയലോഗ് എന്നെ കൊണ്ട് പറ്റില്ല. അയക്കുന്ന 2-3 വാക്ക് അമ്മ അപ്പ എന്നൊക്കെ പറയാൻ കൂടുതൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവായി പോകുന്നു. പക്ഷെ മുകിലണ്ണൻ കുറെ ഡയലോഗ് പറയുന്നുണ്ടല്ലോ പടത്തില്. പക്ഷെ അത് അന്ന് കുറെ അത് പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്വാൻസ് മേടിച്ച് അത് കയ്യിൽ ചെലവ് കഴിഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പൈസ ഉണ്ട് സത്യം പറഞ്ഞ ചെയ്താകരാ. എന്തായാലും നന്നായി. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവിടെ പോയിട്ട്. ഞാൻ ഈ മറ്റേ കുമ്പള നൈറ്റ്സിന്റെ ഓഡിഷൻ ക്ലിപ്പ് ഇടയ്ക്കിടയ്ക്ക്
എടുത്ത് കാണാറുണ്ട്. അപ്പം അതിലിങ്ങനെ പറയുന്നുണ്ട് ഏജ് എത്ര ചോദിക്കുമ്പോൾ 36 ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പം 36 വയസ്സിന് ശേഷമാണല്ലോ അഭിനയിക്കാനും കരിയർ മൊത്തത്തിൽ ഷിഫ്റ്റ് ആവല്ലോ, അതിൽ ഡാൻസറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈഫ് മൊത്തം മാറിയിട്ടുണ്ടോ ഈ 36 വയസ്സിന് ശേഷം, കുമ്പളങ്ങിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പുറത്തു പോകുന്ന രീതികൾ, എക്സ്പോഷറൊക്കെ? അല്ല, ഞാൻ ഇപ്പോഴും സാധാരണ നമ്മ വീട്ടിൽ നമ്മളെ നാട്ടിൽ നടക്കണ രീതിയിലൊക്കെ, അല്ലാതെ വലിയ പോഷൊന്നും കാണിക്കാറില്ലേ. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ പോക്ക് വരവാക്കാം, അല്ലാതെ വേറെ അങ്ങനെ സിനിമ നടനാണെന്ന് പറഞ്ഞ് വേറെ ഒന്നും ചെയ്യാറില്ല, മേക്കപ്പുകളൊന്നും ഇല്ല. ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകണം. പിന്നെ വീട്ടിൽ മുട്ടില്ലാതെ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങൾ, അത് തന്നെ സന്തോഷമില്ല. ഈ മറ്റേ ദിലീഷ് പോത്തനായില്ലേ ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് ആ ഓഡിഷൻ ക്ലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അതായത് ഇങ്ങനെ നിന്റെ ഫാനാണ് ആ പെൺകുട്ടി, നിന്റെ മുഖത്ത് വേറെ ഒന്നും വേണ്ട, കാമം വേണ്ട, സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ വ്യത്യസ്തമായ രീതികളിൽ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു. അതനുസരിച്ച് നമുക്ക് നീ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അപ്പം നീ അതുപോലെ എനിക്ക് അതിനുള്ള റിയാക്ഷൻസ് തന്നോന്നുള്ള സീൻ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അപ്പം ഞാൻ അതുപോലെ ചെയ്തു കൊടുത്ത് പുള്ളി. അപ്പോൾ ലാസ്റ്റ് ഓഡിഷൻ ദിലീഷേട്ടനെയാണ് 4 ഓഡിഷൻ ചെയ്തന്നെ, അതിനകത്ത് ലാസ്റ്റ് ദിലീഷേട്ടനായാണ്. ഓക്കെ ഓക്കെ, ആ ഓഡിഷൻ നമ്മൾ കണ്ടോണ്ടിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ അത് ഓക്കെ, അത് പുള്ളി പറഞ്ഞു ഓക്കേടാ അത് മതി, ബാക്കി നമുക്ക് നോക്കാന്നുള്ള സീനാ പുള്ളി പറഞ്ഞ. വേറെ ഒന്നും പേടിക്കണ്ട, പഴയതുപോലെ ഫിലിമില്ല, ഫിലിം തീരുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എന്തോരം ഷോട്ട് വേണമെങ്കിലും എടുക്കുക, കുഴപ്പമില്ല. പിന്നെ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടിക്കേണ്ട ഡയലോഗ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവരെഴുതി തന്നെ കണ്ടതിൽ നിന്ന് മാറാതെ നമ്മുടെ കയ്യിൽ അതുപോലെ പറയാം. നമുക്ക് ഫ്രീ ആക്കി തന്ന പറഞ്ഞാൽ വലിയ പാടുണ്ടായില്ല എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിൽ. ഫ്രീ ആയിരുന്നു. പിന്നെ ഫുൾ ക്രൂ എനിക്ക് അറിയാവുന്ന ക്രൂവാണ്, ശാംപുഷ്കരൻ, എല്ലാവരും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഈ കുമ്പളങ്ങിയിലകത്തെ വിനായകന്റെ കട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കണ്ണട വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജയിലറിൽ വിനായകന്റെ കൂടെയാണ്. അതിനകത്ത് കയ്യടി കിട്ടുന്ന 1-2 പോർഷൻസിലും സൂരജ് ഉണ്ട്. ഈ വിനായകൻ ചേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? വിനായകൻ ചേട്ടനായിട്ട് എനിക്ക് വിനായകൻ ചേട്ടൻ നേരത്തെ എനിക്കറിയാം. യൂബിന്റെ ഞാൻ ഇപ്പൊ സൈഡ് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, അത് ശ്യാമിന്റെ ഒരു പടം പോയതുകൊണ്ട് അങ്ങനെ പോയതാ. ശ്യാം പുഷ്കർ ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് പോയതാ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ആ പടത്തിനകത്ത്, കുമ്പളെങ്കിലും ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം. അങ്ങനെ പോയതാ. അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിനൊക്കെ പരിചയപ്പെടണം. അപ്പൊ പുള്ളി ഇച്ചിരി ചെറിയ അറിയാലോ, പുള്ളി എപ്പോഴാണ് ഏത് മൈൻഡിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കി കണ്ടൊക്കെ പുള്ളി എടുത്ത് പോയി സംസാരിക്കും. നല്ല മൂഡിലാണെങ്കിൽ പുള്ളി എടുത്ത് പോയി സംസാരിക്കും. പുള്ളി വേറെ മൂഡിലൊക്കെ ആണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല, തന്തക്കുളിയൊക്കെ കേൾക്കേണ്ടി വരും. മൂത്ത ജ്യേഷ്ഠനോടുള്ള ബഹുമാനവും സ്നേഹം അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. പുള്ളി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ നമുക്കറിയാം. പുള്ളി ഇപ്പൊ എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ ബിഹേവ് ചെയ്യാന്നുള്ള സീനാ പുള്ളി. പക്ഷെ ഞാൻ അവിടെ നിൽക്കണായിരുന്നു ഷൂട്ടിങ് ടൈമിൽ. ഞാൻ അവിടെ നിൽക്കണ്, പുള്ളി അവിടെ ഇരിക്കണ്. അപ്പൊ ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്താ നീ ഉണ്ടല്ലോ ഈ പടത്തില് ഞാൻ ചെയ്യണ്ട, നിന്നൊക്കെ പേടിച്ച ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നീയൊക്കെ ഇവിടെ വന്നിരിക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കാം, അങ്ങനെ എന്നാ നീ ഇവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കസേരയില്ല. അപ്പൊ അതിന് അവിടുത്തെ പ്രൊഡക്ഷനിൽ വിളിച്ചിട്ട് ആർട്ടിസ്റ്റിന് കസേരങ്ങൾ കൊണ്ടുപോകുന്ന സീൻ. കസേര എവിടെ നിന്നൊന്നും പറയാൻ പോലെ, കസേര പറന്നു വന്നോടാ, കസേര പറന്നു വന്നിരിക്കുന്നത്. അത് പുള്ളി അവരെന്നെ അടുത്ത് നോക്കണേ, പുള്ളിനെ മേയ്ക്കാൻ കുറച്ച് പാടാണല്ലോ, അവർ വേറെ ലെവലാണ്. അത് അടിപൊളിയായിരുന്നു പുള്ളിനെ. പുള്ളി നമ്മളെ പരിചയപ്പെട്ട ഒരാളെ മറക്കില്ല പുള്ളി. എവിടെ വെച്ചാണ്ടല്ലോ ഓർക്കപ്പോ അത് ആ ഓർമ്മ അവിടെ വെച്ചാണ്ടപ്പോ നീ എന്നുള്ള സീൻ ഈ പടത്തിലുണ്ടല്ലേ. അയ്യൂബിന്റെ ദിവസത്തിൽ ഞാൻ ഫസ്റ്റ് കാണണം പുള്ളിനെ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും വെച്ച് കണ്ടിട്ടില്ല പുള്ളിനെ. അത് കഴിഞ്ഞ് ജയിലറിന്റെ അവിടെ ലൊക്കേഷൻ വെച്ചാൽ കാണാം. ജയിലർ ഒരു വലിയ മേലുല്ലാസായില്ലേ എവിടെ പോയാലും. അത് കാരണം ഇപ്പൊ പുതിയ പടം രാംചന്ദ്രന്റെ പടത്തിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള പടം ഏതാ? പിന്നെ 69 ദളപതി വിജയുടെ പടം. ഓക്കെ ഓക്കെ പറഞ്ഞു വെച്ചേക്കണം. ഈ രാംചന്ദ്രന്റെ സിനിമ കൺഫേം ആയിരിക്കണം. അതിപ്പോ 23 സ്റ്റാർട്ട് ചെയ്യും ഈ മാസം. ഓ ഓ 52 ദിവസം ഡേറ്റ്. ത്രൂട്ട് ക്യാരക്ടർ അവന്റെ രാംചന്ദ്രന്റെ കൂട്ടുകാരനായിട്ട് കൂട്ടുകാരനായിട്ട്. ഓ നൈസ് നൈസ്. അപ്പൊ ദളപതി പടത്തിന് ഞാൻ ജനുവരി. ഓ ദളപതി വിജയനെ എനിക്ക് ഇഷ്ടമാണ്. വിജയ് നമ്മ ചെറുപ്പം പോലെ ആരാധനാണല്ലോ. ഡാൻസ് ഫീൽഡും കൂടെ ആയതുകൊണ്ട് ഡാൻസറും കൂടെ ആണല്ലോ ആള്. അതാണ് അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പേരുണ്ട് ആ സിനിമയുടെ. ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഈ ഒരു ആക്ടർ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി എടുക്കുന്ന ചില എഫേർട്സ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക എൻകറേജ് ചെയ്തിട്ടുണ്ട്, സ്വയം ഒരു എൻകറേജ്മെൻറ്റ് പോലെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ മലയാളത്തിലൊരു ഏതെങ്കിലും ആക്ടറുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവാനുള്ള ജേണി മനസ്സിലാക്കിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ഫിലിം തന്നെ അമരം,
അതിൽ സാറിൻ്റെ നടത്തം വാക്ക് ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ കൂടുതലും ഇൻ്റർവ്യൂസും ഇപ്പം നസറുദ്ദീൻ ഷാ എല്ലാ ആക്ടേഴ്സും നോട്ട് ഓൺലി ബെസ്റ്റ് അപ്പോൾ അവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അത് എനിക്കും ഒരു ഭയങ്കര ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ചെയ്യണമെന്നില്ലല്ലോ, എല്ലാവർക്കും ഡിഫറെൻറ്റ് വഴികൾ ഉണ്ടാവുമല്ലോ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ അവരെന്ത് വഴിയാണ് എടുത്തതെന്ന് എപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. ഈ ഇപ്പോൾ നമ്മളൊരു ബാക്കിങ്ങും ഇല്ലാതെ വരികയാണ് ഒരു ഇൻഡസ്ട്രിയുടെ അകത്ത്, അവിടെ നിന്ന് നമ്മുടെ ഒരു സർവൈവൽ ഉണ്ടല്ലോ. ഇപ്പം സൂരജ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഒരു ലോഞ്ച് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങി ടീമാണ് അവരെ ലോഞ്ച് ചെയ്യുന്നത്. ശ്യാം പുഷ്കർ എന്നുള്ള പേരുണ്ട്, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ. ഇപ്പോഴും ഏത് ബോളിവുഡ് സ്റ്റാറിൻ്റെ അടുത്ത് പോയാലും അവരുടെ ബെസ്റ്റ് ഫിലിം എടുത്താൽ കുമ്പളങ്ങി ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ രണ്ടുപേരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അത് എത്രമാത്രം ടയറിങ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം? ഞാൻ എന്നെ ആകെ എൻ്റെ പെർഫോമൻസിൻ്റെ രീതിയിൽ മാത്രമേ എന്നെ ഞാൻ പുഷ് ചെയ്യാറുള്ളൂ. ഞാൻ വേറെ രീതിയിൽ അങ്ങനെ പുഷ് ചെയ്യാൻ അങ്ങനെ ഒരു ഡെലിബറേറ്റ്ലി ഞാൻ എൻ്റെ ഭയങ്കര ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോട്ടോ അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ നല്ല പെർഫോം ചെയ്ത് എനിക്ക് റോള് വരുന്നതാണ്. ഞാൻ അങ്ങനെ ആ ഒരു ബിലീവ് സിസ്റ്റത്തിലാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്തായാലും നല്ലൊരു ഫിലിം വരുമ്പോൾ ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് ദാറ്റ് പബ്ലിസിറ്റി, മാർക്കറ്റിംഗ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർ സാധാരണക്കാരിൽ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അതായത് കുറച്ചും കൂടി സാധാരണക്കാരൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളും ഇപ്പോൾ പോപ്സ് പറഞ്ഞാൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ നമുക്ക് കുറേ ഇൻഫർമേഷൻസും കുറേ ക്യാരക്ടേഴ്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ഈ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട? അതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ, ഇപ്പോൾ ഓരോന്നും പരീക്ഷിക്കുകയാണ്. ഇപ്പം എന്നെ സ്വയം സംബന്ധിച്ച് ഞാൻ ഓരോന്ന് എഴുതി ഞാൻ എൻ്റെ രീതിയിൽ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് എഴുതി ഇപ്പോൾ ഞാൻ പല ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത സമയത്ത് എല്ലാം ഒരേ തരത്തിലുള്ള സാധനങ്ങളായിരുന്നു. അതിന് കോമഡി ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിന് വേണ്ടിയിട്ട്, എന്നിട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അതും പറ്റും എന്ന് കാണിക്കാനായിട്ട് എനിക്ക് അതേ വഴിയുള്ളൂ. അതെനിക്ക് അതേ വഴിയുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം എല്ലാ രീതിയിലും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാൽ പോലും ഞാൻ അതിലും പുഷ് ചെയ്യുകയാണ്. ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ വീഡിയോ ഷോർട്ട് കണ്ടന്റ് ഒക്കെ എടുത്തായാലും ഞാൻ എന്നെ മാക്സിമം എങ്ങനെ ഷോക്കേസ് ചെയ്യാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ. ജമീലയുടെ പൂവൻകോഴിയിലെ ക്യാരക്ടർ എങ്ങനെയാ? ജമീലന്റെ പൂവൻകോഴി ക്യാരക്ടറിന്റെ പേര് ഇമ്രാൻ അലി എന്നാണ്. ഭയങ്കര പഞ്ചുള്ള പേരൊക്കെയാണ്. അതുപോലെ നല്ല പഞ്ച. അതുപോലെ ഈ പറഞ്ഞ പോലെ കൂടുതലും ഇടിയാണ്. 3 സ്റ്റണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഗുരുക്കളുടെ കീഴിൽ അങ്ങനെ 3 സ്റ്റണ്ട് ചെയ്യാൻ സാധിച്ചു. അത് ഇവരുടെ കൂടെ ആയിരുന്നു ആ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ. പരീക്ഷിച്ചു. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി ഇതിനകത്ത്. ഈ സിനിമയിലൊരു നമുക്കൊരു അസറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നാളെ ഒരു വലിയൊരു പടം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് തന്നെ ഏൽപ്പിക്കാം ഒരു ഡയറക്ടർക്ക്. ഞാൻ അതിൽ റെഡിയാണ്. ബിന്ദു പണിക്കർ ഉണ്ട് ഈ സിനിമയിൽ. അവര് എന്താ പറയുക, അവർ എത്രമാത്രം റിഫൈൻഡ് ആയിട്ടുള്ള ആക്ടറാണെന്ന് നമുക്ക് മനസ്സിലായത് റൊഷാക്ക് പോലുള്ള സിനിമകളൊക്കെ വന്നതിന് ശേഷമാണ്. അവർ ഇനിയും നമ്മൾ യൂസ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അവർ സിനിമയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് അത് ഏത് വിധത്തിലായിരിക്കും? അവർ വരുമ്പോൾ തന്നെ പടത്തിൻ്റെ ഗ്രാഫ് അങ്ങ് ഭയങ്കര ഉയരുന്നുണ്ട്. പിന്നെ പടത്തിൽ ഇപ്പം ജമീലാൻ്റെ പൂവൻകോഴിയാണ്. അപ്പോൾ ഈ ജമീല എപ്പോഴും ഉണ്ട് ഫിലിമിൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ എപ്പോൾ വരുന്നു എന്ത് വരുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത്ര സീൻസ് ഉണ്ട് എന്നല്ലല്ലോ. ആ ഫിലിമിൽ അവരുടെ പ്രസൻസ് ആണ് എപ്പോഴും ആ ഒരു ക്യാരക്ടർ. ആ ഒരു പണ്ടാറ വളപ്പ് ജമീല എന്നാണ് ഫുൾ പേര്. അപ്പോൾ ജമീലാൻ്റെ ഫുൾ പ്രസൻസ് എപ്പോഴും മൂവിയിലുണ്ട്. പിന്നെ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതായത് മാമിൻ്റെ ഈ ഫിലിമിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാം ലൊക്കേഷനിൽ വന്ന് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഉമ്മ തന്നെ വിളിച്ചത്. ലൈക്ക് ഇപ്പം എനിക്ക് ബിന്ദു മാം എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉമ്മ തന്നെ വിളിച്ചത്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ വിളി കേട്ടിട്ടുണ്ട്. ആ ഒരു ബ്യൂട്ടി, ഭയങ്കര ബ്യൂട്ടി, ആ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ഒരു പറയുമ്പോൾ എനിക്ക് എപ്പോഴും രോമാഞ്ചം. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അവരുടെ റിഫൈൻഡ്, അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഭയങ്കര കയോട്ടിക് ആയിരുന്നു അത്. പക്ഷേ ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഷീസ് ഡിഫറെൻറ്റ് പേഴ്സൺ. അത് ഞാൻ ഭയങ്കരമായിട്ട് മറ്റേ നമ്മളൊക്കെ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പോകരുത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ആക്ഷൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല. അപ്പം ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അത് ഞാൻ ഒരുപാട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സീനിയർ ആക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ
ഇപ്പം ഇത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയി. ഈ ഒരു ക്യാരക്ടറും ഈ എൻ്റെ ക്യാരക്ടറാണെങ്കിലും മാമിൻ്റെ ക്യാരക്ടറാണെങ്കിലും വി ബിക്കം റിയലി നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു മാമുമായിട്ട്. സൂരജ്, ഇപ്പോൾ ഇങ്ങനത്തെ ആക്ടേഴ്സൊക്കെ പറയില്ലേ ഈ മെത്തേഡ് ആക്ടിങ്, ഒരു കഥാപാത്രമാകാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കുക, ആ കഥാപാത്രത്തെ പോലെ ജീവിക്കുക, ആ സ്ഥലത്ത് പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ സൂരജ് ചെയ്യുമോ? അതോ ഇനിയിപ്പോൾ നമ്മ അവിടെ മെത്തേഡ് ആക്ടിങ് അങ്ങനെയൊക്കെ പറയാനായിട്ടില്ലേ? അങ്ങനത്തെ ചെയ്യുന്നില്ല. നമ്മ അവിടെ നിന്ന് കഥ പക്ഷെ അത് ഇവനും പറയൂല്ലാന്ന്, ബട്ട് ഹി ഡസ് ഇറ്റ്. ക്യാരക്ടർ എന്താ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്വഭാവം. ഓക്കെ, അതാണെങ്കിൽ ഓക്കെ അങ്ങനെ പഠിക്കാന്നുള്ള സീനിൽ അന്നേരം ചെയ്യണതാണ്. അല്ലാതെ നമ്മൾ ഇതിന് പേര് പഠിക്കണം, എനിക്ക് അങ്ങനെ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന പറ്റില്ല. നമുക്ക് പഠിക്കണ കാര്യം തന്നെ എനിക്ക് മടിയാ. നമുക്ക് അങ്ങനെ പോയി പെർഫോമൻസ് ചെയ്യാം, അന്നേരം ചെയ്യണം. അല്ലാതെ ഞാൻ ഇത് പറ്റി ചിന്തിച്ചു കൂട്ടി അങ്ങനെയൊന്നും ചെയ്യണല്ലേ. അന്നേരം വന്നത് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അവർ ഡയറക്ടർ ഒറ്റ വേറെ അവർ പുള്ളി പറയും ഒന്നും കൂടി ശരിയാക്കാം, പിന്നെ അത് അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ നോക്കും. ഈ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, നാട് മൊത്തം സുഹൃത്തുക്കളോട് നിറഞ്ഞിരിക്കണല്ലോ. അപ്പോൾ ഈ വലിയ വലിയ പടങ്ങളുടെ ഭാഗമാണല്ലോ. ഇപ്പോൾ ജയിലർ, അതിലത്തെ ക്യാരക്ടറിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, അത് റിലീസ് ആവണൊക്കെ മുമ്പ്. ഇപ്പോൾ വിജയുടെ പടത്തിൽ അഭിനയിക്കുന്നു, അതും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ രണ്ട് ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ എത്രത്തോളം ഫാൻസ് ഉണ്ട്, അവർക്ക് കേരളത്തിലും അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട്. ഇതെങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാൻ മനസ്സിനകത്ത്? അത് നമുക്ക് ഇപ്പോൾ ഞാൻ വിജയുടെ കാര്യം പറയാത്ത ഒരു 80% കൺഫേം അല്ല അതിനകത്ത്. ഒരു 80%. ബാക്കി അവര് പറയാന്നും പറഞ്ഞത് വെച്ചേക്കാണ്. അത് എനിക്ക് ഉറപ്പില്ല, വിളിക്കോ അപ്പൊ വേറെ ക്യാരക്ടർ അതിനകത്ത് വരാം. അതായത് ഞാൻ അത് അടുത്ത ഫ്രണ്ട്സുകളുള്ള നമ്മളെ പടത്തിൽ ചുറ്റിപ്പറ്റിക്കുന്ന ആൾക്കാരെടുത്തു. പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ജയിലറുടെ കാര്യം എങ്ങനെ ഉള്ളിൽ ഒതുക്കി നിന്നു? ജയിലറുടെ കാര്യം ഞാൻ ഉള്ളിൽ ഒതുക്കി ഞാൻ എനിക്കിങ്ങനെ നല്ല കാര്യങ്ങൾ വന്നാൽ അപ്പൊ എന്റെ നല്ല ഫ്രണ്ട്സുകളെല്ലാവരും നമുക്ക് നല്ലത് കാണും, നമുക്ക് നല്ലപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ വരണം, മുമ്പിലേക്ക് വരണമെന്ന് അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറയും. ഇപ്പൊ ജയിലറിലേക്ക് വിളി വന്ന് അപ്പൊ തന്നെ ശ്യാമിനെ വിളിച്ച്, ശ്യാം ബ്രോ പുള്ളിയല്ല നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നെ. ശ്യാമിനാണ് ആദ്യം വിളിച്ചത്. ശ്യാമിനോട് ശ്യാം എന്നെ ഒരു ജയിലറിലേക്ക് വിളിയുണ്ട്, മച്ചാ പോയി പൊളി മച്ചാ എന്നുള്ള സീനാണ്. അങ്ങനെ പറയുന്നത് അല്ലാതെ അങ്ങനെ ഒളിച്ചു വെക്കണ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം നമ്മളത് വേണം, നമ്മളറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും. എല്ലാവരും പറഞ്ഞു നടക്കണത്. ഈ ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് പടം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ രാംചാറിന്റെ പടത്തില് പാട്ട് സീനില് ഒരു സോങ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഡാൻസറാന്ന് പറഞ്ഞപ്പോ ആ സോങ്ങില് ഒരു ഡാൻസ് ഉണ്ട്, ഡാൻസ് സീക്വൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഡാൻസ് പടം അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഈ ആളുകൾ എപ്പോഴും ഈ നമ്മൾ റീൽസിൽ വരുമ്പോഴൊക്കെ മില്യൺസ് വ്യൂ ഉള്ള ഒരു ഏരിയയാണ് ഈ പ്രതി പൂവൻകോഴിയില് സൂരജും തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഭയങ്കര അടിപൊളി സീനാണത്. നിങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ഓരോ വട്ടം സൂരജ് ഓരോന്ന് പറയുമ്പോഴും, പ്രത്യേകിച്ച് ഈ ലൈഫിന്റെ പ്ലാനൊക്കെ പറയുമല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ പറയുന്നത്. തിയേറ്ററിലെ ഭയങ്കര ഐഡിയ ആണ്, ഭയങ്കര വ്യൂ ആണ്. ശരിക്കും അത് ഇങ്ങനെ വേണം പെർഫോം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും റോഷൻ ആൻഡ്രൂസ് പറഞ്ഞിട്ടാണോ, അത് ഫുൾ കൈ നിന്നിട്ടാണോ സാധനങ്ങളൊക്കെ? ഇല്ല, ഡയലോഗും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നെ തന്നെ. അത് ചില ഡയറക്ടർമാർ എഴുതി വെച്ചേക്കണമെന്ന് മാറ്റി പറയാൻ സമ്മതിക്കില്ല അവര്. അപ്പൊ പുള്ളി പറഞ്ഞത് പുള്ളി എഴുതി വെച്ചേക്കണ തന്നെ ഞാൻ പറഞ്ഞേക്കണം. എന്നിട്ട് രണ്ടു കൂടെ ഞാൻ കൈ നിട്ടിട്ടുണ്ട്. അന്ന് വരും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വരും ഓട്ടോമാറ്റിക്. അപ്പൊ അവരൊക്കെ ഓക്കെ ആണെങ്കിൽ അത് തന്നെ പറയാ എന്നുള്ള സീന. അപ്പൊ ഞാനപ്പോ എങ്ങനെ സാറെന്ന് വെച്ചിട്ട് മോനെ നീ ആ കുമ്പളങ്ങി പിടിച്ചില്ലടാ ആ സാധനം റോഷൻ സാറ്, ഞാൻ ആ സാധനം ആ മുടി പിടിച്ചാൽ എന്നുള്ള സീൻ. അപ്പൊ പിന്നെ എനിക്ക് ഈസിയായി, ഞാൻ ആ മുടി തന്നെ പിടിച്ചാണ് പടത്തിന്. പിന്നെ അനുസരിയായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ വന്നു പോയതൊക്കെ. അതായത് ഞാൻ ഇത് പഠിച്ചാൽ പറഞ്ഞില്ല, പഠിച്ചത് ചെയ്യണം, അന്നേരം വന്നത് ചെയ്യണം. ഈ അനുസരിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയിട്ട് പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് ഇതൊന്നും പറയൂല, മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തിട്ട്. അത് ഭയങ്കര നീ ആ ഹോട്ടൽ പണി ജോബ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോന്നുള്ള ഹോട്ടൽ പണി. നമ്മള് തീവണ്ടി എന്ന സിനിമയെ പറ്റി എടുത്ത് സംസാരിക്കേണ്ടതാണ്. ഇപ്പം അതിനകത്ത് ഉള്ള ആ ക്യാരക്ടർ ഒരേ സമയം ഒരു ചൊറിച്ചിലുണ്ടാക്കും വേണം, എന്നാലത് എൻ്റർടൈനിങ്ങും ആവണം ത്രൂ ഔട്ട്. എന്നാലാണ്, അതായത് ടൊവിനോനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും വേണം, എന്നാൽ നമുക്കത് കാണുമ്പോൾ ഒരു തമാശയും വരും വേണം. അതാണല്ലോ ആ ക്യാരക്ടറിൻ്റെ ഒരു ഉദ്ദേശം. ആ ക്യാരക്ടർ വേണ്ട വിധത്തിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ട വിധത്തിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്നതിനെക്കാട്ടിലും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതിങ്ങനെ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ആ മൊമെന്റിൽ അതങ്ങ് ചെയ്ത് അങ്ങ് പോവല്ലേ. എനിക്ക് ഫെലിനായിട്ട് വൺ ട്രസ്റ്റ് ആയിരുന്നു. കാരണം പിന്നെ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ എത്തിയപ്പം എനിക്ക് ആസ് എൻ ആക്ടർ ഓക്കെ ഫൈൻ ഇതിലുണ്ട് എന്നുള്ളൊരു സാധനം വന്നിരുന്നു. അതായത് പിന്നീട് ആ ഒരു റൗണ്ട് ട്രോളി ഷോട്ടും അവിടുന്ന് ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ, അപ്പം
ഓക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതന്നെ മതിയായിരുന്നു എനിക്ക്. ഫോർ മീ ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഞാൻ അത്രയും ദൂരെ നിന്നാണ് വരുന്നത് ഇവിടേക്ക്. അപ്പോൾ എനിക്ക് ഇതന്നെ ഓക്കെ, എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്, ഇവനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ആവുന്നുണ്ട് എന്നുള്ളത് അതന്നെ എനിക്ക് ഭയങ്കര. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി എനിക്ക് ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല. പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് ആരും പോയി കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും കുറച്ചൊരു അച്ഛന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി അച്ഛൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആരും അങ്ങനെ പോയി കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫിലിമിൽ ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് വന്നൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ ഫിലിം. ആ സമയത്ത് അച്ഛനെ പറ്റി എഴുതിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അത് എൻ്റെ വേറെ അടുത്തൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ക്യാൻസർ വാർഡിലായിരുന്നു മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് അവിടെ കാണാനും ലൈഫിനെ കുറിച്ച് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ്, അതായത് എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ലൈക്ക് ഹെൽപ്ലെസ് എന്നൊക്കെ പറയില്ലേ, ഒരു ഹെൽപ്ലെസ്നെസ് ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇതുണ്ടല്ലോ, ആരോഗ്യമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സംതിങ് എൽസ് അങ്ങനെയൊക്കെ ഫീൽ. അപ്പം അത് കഴിഞ്ഞ് അച്ഛൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് ചോദിച്ചു, പോരുന്ന എൻ്റെ കൂടെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചിയിലേക്ക് മാറി. പിന്നെ കോഴിക്കോട് നിന്നിട്ടില്ല, കാരണം ആ വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, അച്ഛനുള്ള വീട്ടിൽ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് കാമുകി, അതിൽ ഹരി എന്നുള്ള ക്യാരക്ടർ. അപ്പം അതിൽ അയാളൊരു ഭയങ്കര മോശപ്പെട്ടൊരു ലോഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പിനകത്താണ് ആൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നായിക അവസാനമായിട്ട് അവരെ കാണാൻ വരുന്ന ഒരു ഏരിയയുമൊക്കെ ഈ രൂപവുമല്ല അതിനകത്തുള്ളത്. ഭയങ്കര ഡീപ്പായിട്ട് അതിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അയാൾ അങ്ങനെ ക്രൂരമായിട്ട് പെൺകുട്ടിയോട് റിയാക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ അയാൾക്ക് ന്യായീകരിക്കാൻ കുറേ കാരണങ്ങളൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അത്രയും ഡീപ്പ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾ എന്താ അഗ്രസീവായിട്ട് സിനിമയെ സമീപിക്കാത്തത്? എൻ്റെ ലൈഫ് തുടങ്ങുന്നത് സിനിമയിലും അവസാനിക്കുന്ന സിനിമയിലുമാണ്. ഞാൻ സിനിമയിൽ ഒരുപാട് അപ്പിയർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ലൈക്ക് ഐ എം എ ഫിലിം സ്റ്റുഡൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പം ഈ ഫിലിം ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു ഫിലിം വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ലൈക്ക് ഞാനിതിൽ കുറച്ച് ഇൻവോൾവ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതേപോലെ തന്നെ ഈ അഗ്രസീവായിട്ട് ഞാൻ ലൈക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ലൈക്ക് എൻ്റെ ലൈഫും കൂടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അങ്ങ് പോവാം. ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ഞാനത് മോശമാണ് ആ കാര്യത്തിൽ, എന്തായാലും കുറച്ചും കൂടി അഗ്രസീവ് ആവണം. പിന്നെ ചെയ്യുന്നത് എന്തായാലും 100% കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഇപ്പം കൂതറയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ടോവിൻ്റെ കൂടെ തീവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലൊക്കെ അദ്ദേഹം എത്തി നിൽക്കുന്നു ആഫ്റ്റർ ARM. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, ഒരു വെൽവിഷർ എന്നുള്ള രീതിയിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ്? ഇപ്പോൾ ARM കഴിഞ്ഞിട്ടൊന്നും ഞങ്ങൾ കാണാൻ സംസാരിക്കൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ഹീസ് ഓൾവേസ് മൈ ബ്രദർ. അതായത് ഫസ്റ്റ് ഡേ എനിക്കിപ്പോഴും ലൈക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് വന്ന ദിവസം കൂതറിന് സ്ക്രിപ്റ്റ് ഞാനാണ് കൊടുക്കുന്നത്. പുള്ളി റൂമിലിരുന്ന് ഒരു എത്രയോ മണിക്കൂറുകളിരുന്ന് എനിക്കൊന്ന് ഒരു 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റ് നമ്മൾ ഒരുമിച്ച് സീൻസ് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ലൈക്ക് ഒന്ന് അൺഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിച്ചാൽ എവിടെ ഉണ്ട് സുഖമില്ല അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്തായാലും എവിടെ കണ്ടാലും വി ആർ ലൈക്ക് കണക്ട് ചെയ്യും. എവിടെ പോയാലും നമ്മൾ എവിടെ കണ്ടാലും വി ഗെറ്റ് കണക്റ്റഡ്. അങ്ങനത്തെ അങ്ങനെ പോകുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. സൂപ്പർ സ്റ്റാർഡം എൻജോയ് ചെയ്യുന്നിട്ട് സോ ഹാപ്പി. ഒരു ആക്ടറുടെ ഫയർ അദ്ദേഹത്തിലുണ്ട് എന്നൊക്കെ അപ്പോഴേ. പിന്നെ അതൊക്കെ ലൈക്ക് അതില്ലാണ്ട് എന്തായാലും ഒരാൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എന്തായാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഇത് അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മൾ നല്ല ഹാർഡ് വർക്ക് വേണ്ടേ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ അത്രയും ഹാർഡ് വർക്ക് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഈസ് റീച്ചിങ് ദാറ്റ്. ഈ ആഹാല ആദ്യമായിട്ട് ഈ ഒരു ജീപ്പൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ. ഒരു ആക്ടർ എന്നുള്ള രീതി നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും പഠിക്കേണ്ടിയും കൂടി വരും. അതും ഈ ആക്ടിങ്ങിൽ ഒരു ആഡഡ് ബോണസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. ഇല്ല കാർ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട്, സിനിമയിൽ ജീപ്പ് ഓടിക്കണം, അപ്പോൾ എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മുടെ എറണാകുളം വരെ വണ്ടി ഓടിച്ച് അവിടെ നേരെ തിരിച്ച് ഓടിച്ച്. അത്
അപ്പൊ അന്നേരം ഏകദേശം ഒരു ഇതായി ടച്ച്. കയ്യിലൊന്നും ഒതുങ്ങി. പിന്നെ അവിടെ പോയിട്ട് പേടി തോന്നിയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ആ ഹിൽ ഏരിയ കൂടിയൊക്കെയാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ ഒരു മനസ്സിലൊരു പേടി എന്ന് പറഞ്ഞൊരു സാധനം തട്ടിയില്ല എന്നുള്ളതാണ്. പുറകിലിരിക്കുന്നവർക്ക് പേടിയുണ്ടായിരുന്നു, ഇവര് ഇത് എങ്ങാലും പറിച്ചിടുമോ എന്നുള്ളൊരു പേടി. കാരണം മനോജേട്ടനുണ്ട്, പിന്നെ ഇന്ദ്രജിത്തേട്ടനുണ്ട്. ഇവർ രണ്ടുപേരും ആണ് നമുക്ക് നോക്കണമല്ലോ. ആ ഒരു ഇത് നന്നായിട്ട് പോയി അവിടെ. എന്താ ഈ ഒരുപാട് ജോലികളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ, ആക്ടർ തന്നെ ആവണം, സിനിമയിൽ തന്നെ നിൽക്കണം, അത് ആ ഫയർ വരാനുള്ള കാര്യം എന്താ? എനിക്ക് വേറൊന്നും പറ്റില്ല. ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ UI ഡിസൈനറായിട്ട് വർക്ക് ചെയ്തായിരുന്നു കുറച്ച് നാള്, ഡിസൈനിങ് മേഖലയിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ അതിക്ക് മുമ്പും ഈ പറഞ്ഞ സാധനം തലേ കയറിയായിരുന്നു. ആ തലേ കയറിയിട്ട് എനിക്ക് വിട്ടു പോകണില്ല. ഞാൻ എന്നിട്ട് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നപ്പോഴേ സമയത്ത് എനിക്കൊരു തമിഴിൽ സിനിമയിൽ ഒരു ഓഡീഷൻ വന്നതിൽ അത് പോയി ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ തീരുമാനിച്ചു അത് വിടാം, ഈ ജോലി വിടാമെന്ന് തീരുമാനിച്ചു. എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആ ജോലിയിൽ. നമ്മൾ ഒരു 100% പറ്റണില്ല. എനിക്ക് ഇതിലാണ് പറ്റുന്നത്, ഞാൻ ഇതിലാണ് ഹാപ്പി ആവുന്നത്, എനിക്ക് ഇത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. വേറെ ഒന്നും ചെയ്യുമ്പോൾ എനിക്ക് അത് സന്തോഷം കിട്ടുന്നില്ല. ഈ ജമീലാൻ്റെ പൂവൻകോഴിയിൽ കൊച്ചി സ്ലാങ് ആണല്ലോ, കുറച്ച് ഈ പള്ളുരുത്തി ഭാഗത്തെ സ്ലാങ് ആണല്ലോ, ശരിക്കും കോഴിക്കോട്ടുകാരനാണ്. അതെങ്ങനെ ക്രാക്ക് ചെയ്തു? ഞാൻ പ്രൊജക്ട് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഷാജഹാൻ ആക്ച്വലി അതൊരു മലപ്പുറം സ്ലാങ്ങിൽ അങ്ങനെ രീതിയിലായിരുന്നു അവൻ എഴുതി വെച്ചത്. അപ്പം കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കൊച്ചി ഭാഷയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാൻ നേരത്തെ ഇപ്പം ഷൂട്ടിൻ്റെ ഒരു 2 months ബിഫോർ തന്നെ അവിടെ പോയി ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവിടെ ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത് അവിടെ. അപ്പോൾ അവിടെ ഒരുപാട് ഫ്രണ്ട്സായി. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഓൾറെഡി പഠിച്ചു. അപ്പം എൻ്റെ ഡയലോഗ്സ് എല്ലാം റീറൈറ്റ് ചെയ്തു, കൊച്ചി സ്ലാങ്ങിൽ റീറൈറ്റ് ചെയ്തു. പിന്നെ അവർ സംസാരിക്കില്ലേ, അവർ സംസാരിക്കുമ്പം അതന്നെ റിപ്പീറ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് നാക്കിൽ വഴി, എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പം എനിക്കൊരു ഡ്രാഫ്റ്റും കൂടി ഡബിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ അത് ആശാനുണ്ടല്ലോ കൂടെ. അപ്പം എന്തുണ്ടെങ്കിലും എന്ത് സംശയം ചോദിച്ചാലും അപ്പം തന്നെ തെറ്റിച്ച് പറയുന്നുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചി സ്ലാങ് ചുമ്മാ അങ്ങോട്ട് പറയാൻ പറ്റില്ല. കൊച്ചി സ്ലാങ് ചുമ്മാ അതെടുത്ത് പറയാൻ പറ്റൂല. മലയാളത്തിലെ പടങ്ങൾ ചെയ്യുന്നുണ്ടോ? മലയാളത്തിൽ പടം കുറവാണ്. ഇപ്പൊ അവസാനം ചെയ്ത വിശേഷം അത് നല്ല ജീവനുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പരിപാടി മലയാളത്തിൽ ചെറിയ സംഭവം വന്നെങ്കിൽ എല്ലാം നല്ല സാധനങ്ങളായിരിക്കും വരുന്നതല്ലോ. ഒരേ സമയം വലിയ തമിഴ് പടം, ഒരു കുഞ്ഞും മലയാളം പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് പടത്തിനെ പോകും, മലയാളത്തിൻ്റെ പടത്തിന് പോവാ. അത് തമിഴ് നോക്കൂലേ? കാരണം ഇൻകം ചാൻസ് നമുക്ക് വേണം, പക്ഷെ പൈസ വേണമല്ലോ. പൈസ ഇല്ലാതെ ആളിങ്ങനെ പൈസ എന്നൊക്കെ പറയും, പക്ഷെ ഭയങ്കര ഒടുക്കത്തെ പാഷനേറ്റ്. ഈ പാഷൻ ഡ്രൈവ് ചെയ്യുന്ന ഇത് എന്ന് പറയുന്നത് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക പുഷാണ്. ആ പാഷൻ നിങ്ങൾ 3 പേരിലും 3 രീതിയിലുണ്ട്. അത് ഇനി നിങ്ങളെ ഫോർവേഡ് ചെയ്യട്ടെ. ജമീലാൻ്റെ പൂവൻകോഴി കാണാൻ പ്രേക്ഷകർക്ക്, അതിന് ടിക്കറ്റ് എടുക്കാൻ പ്രേക്ഷകർ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് എന്താ പറയുക? ഇത് എന്തായാലും പൈസ വസൂൽ ഫിലിമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ആ ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ എടുത്തത്. കംപ്ലീറ്റ് entertainment എല്ലാ കണ്ടന്റും ഉണ്ട് ഇവിടെ. ആൻഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളതാണ്. അതായത് ഒന്ന് കണ്ടു നോക്കൂ, ആൻഡ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറയുമല്ലോ നന്നായിട്ട് കാണണം എന്നുള്ളത്. അപ്പം ആ ഫസ്റ്റ് എഫേർട്ട് ഒന്ന് എടുക്കണം പ്ലീസ് എന്ന് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ്. ഞങ്ങൾ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.